മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങൾ നെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസത്തിന്റെ തണലൊരുക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുതിയൊരു ചരിത്രം എഴുതുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതികൾക്കും അത്യാധുനിക നഗരങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്തുറ്റ കരങ്ങൾക്ക് അർഹിക്കുന്ന ആദരവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ വെറും നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് അത് ഒരു ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ഓരോ പ്രവാസിയുടെയും സ്വപ്നങ്ങൾക്കും അധ്വാനത്തിനും പിന്നിൽ അവർക്ക് ലഭിക്കേണ്ട മിനിമം അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാൻ ഭരണകൂടം നേരിട്ടിടപെടുന്നു എന്ന വലിയ സന്ദേശമാണ് ഈ പുതിയ നിയമങ്ങൾ നൽകുന്നത്. ഈ നിയമപരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് സൗജന്യ ഇൻ്റർനെറ്റ് സൗകര്യമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇൻ്റർനെറ്റ് എന്നത് കേവലം ഒരു ആഡംബരമല്ല, മറിച്ച് അതൊരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. കടൽ കടന്ന് അന്യനാട്ടിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ തൻ്റെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന നിമിഷങ്ങളാണ് അയാളുടെ ഏറ്റവും നല്ല മാനസിക സമ്മർദ്ദങ്ങൾക്ക് മരുന്നാകുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ചിരി കാണാനോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ ഡേറ്റ പാക്കുകളുടെ ചെലവ് നോക്കാതെ ഇനി ഓരോ തൊഴിലാളിക്കും സാധിക്കും. ഇത് അവരുടെ മാനസികാരോഗ്യത്തെയും തൊഴിൽക്ഷമതയെയും വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. കുടുംബവുമായുള്ള ഈ ഡിജിറ്റൽ ബന്ധം അവരുടെ ഏകാന്തത ഇല്ലാതാക്കാനും ജീവിതം കൂടുതൽ പ്രകാശമാനമാക്കാനും സഹായിക്കുന്നു. താമസ സ്ഥലങ്ങളിലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള കർശനമായ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഓരോ തൊഴിലാളിയുടെയും വ്യക്തിപരമായ അന്തസ്സിനാണ് അവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. മുറിക്കുള്ളിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന രീതി ഇനി ചരിത്രമാകും. ഓരോ തൊഴിലാളിക്കും കൃത്യമായ അളവുകളുള്ള കട്ടിലും വൃത്തിയുള്ള ബെഡിങ്ങും നിർബന്ധമാക്കിയിരിക്കുകയാണ്. തൻ്റെ സ്വകാര്യ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യമുള്ള അലമാരകൾ നൽകണമെന്ന നിർദ്ദേശം ഓരോ വ്യക്തിക്കും തൻ്റെ ഇടത്തിൽ ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കും. കൂടാതെ UAEയിൽ കഠിനമായ കാലാവസ്ഥ കണക്കിലെടുത്ത് എല്ലാ മുറികളിലും കൃത്യമായ വായു സഞ്ചാരവും എയർ കണ്ടീഷനിങ്ങും ഉറപ്പാക്കണമെന്നത് തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമായ പങ്കുവഹിക്കും. മുറിക്കുള്ളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നിരോധിച്ചത് വഴി തീപിടുത്തം പോലെയുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും മുറികളിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. പകരം പൊതുവായ അത്യാധുനിക അടുക്കള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി വൃത്തിയുള്ള സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. 1000-ഓ അതിലധികമോ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ സ്വന്തമായി ഫസ്റ്റ് എയ്ഡ് റൂമുകളും ക്ലിനിക്കുകളും ഉണ്ടായിരിക്കണമെന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ചെറിയൊരു അസുഖം വന്നാൽ പോലും ദൂരെയുള്ള ആശുപത്രികളിലേക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇത് പരിഹാരമുണ്ടാക്കും. രോഗം ബാധിച്ചവർക്കായി പ്രത്യേക ഐസൊലേഷൻ മുറികൾ ഒരുക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ നാം നേരിട്ട മഹാമാരികളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ദിവസവും മുറികൾ വൃത്തിയാക്കുക, കീടനിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക, മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ വഴി പകർച്ചവ്യാധികൾ തടയാനും തൊഴിലാളികൾക്ക് മികച്ചൊരു ആരോഗ്യ അന്തരീക്ഷമൊരുക്കാനും സാധിക്കും. വിശ്രമവേളകൾ ആസ്വാദ്യകരമാക്കാൻ വിനോദസഞ്ചാര ഇടങ്ങളും പൊതുവായ വിശ്രമ കേന്ദ്രങ്ങളും ക്യാമ്പുകളിൽ ഉറപ്പാക്കണമെന്നത് അവരുടെ മാനസിക ഉല്ലാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തൊഴിലാളികൾക്ക് തൻ്റെ സഹപ്രവർത്തകരുമായി ഇടപഴകാനും മനസ്സ് തുറന്ന് സംസാരിക്കാനുമുള്ള ഇടങ്ങൾ ഒരുക്കുന്നത് വഴി അവർക്കിടയിൽ ഒരു സാമൂഹിക ബന്ധം വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും. ഇത് കേവലം ഒരു താമസമല്ല, മറിച്ച് ഒരു ചെറിയ സമൂഹത്തിൻ്റെ സഹവർത്തിത്വമാണ് ലക്ഷ്യമിടുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അഗ്നിശമന സംവിധാനങ്ങളും എമർജൻസി എക്സിറ്റുകളും കൃത്യമായി പരിശോധിക്കപ്പെടും. അമിതമായ തിരക്കൊഴിവാക്കി ഓരോ മുറിയിലും നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ താമസിപ്പിക്കാവൂ എന്ന നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികളുണ്ടാകും. വായു സഞ്ചാരമില്ലായ്മയും ശുദ്ധജലത്തിൻ്റെ അഭാവവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളായി പരിഗണിക്കും എന്നത് ഭരണകൂടത്തിൻ്റെ കണിശമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അധിക ബാധ്യതയായി കാണേണ്ടതില്ല, മറിച്ച് ഒരു നിക്ഷേപമായാണ് കരുതേണ്ടത്. സുരക്ഷിതത്വവും സമാധാനവുമുള്ളതുമായ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു തൊഴിലാളിക്ക് കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സാധിക്കും. കമ്പനികൾക്ക് ഒന്നുകിൽ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിലവാരമുള്ള താമസം ഒരുക്കാം, അല്ലെങ്കിൽ അവർക്ക് മാന്യമായി താമസിക്കാൻ ആവശ്യമായ ഹൗസിംഗ് അലവൻസ് നൽകണം. താമസ കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കമ്പനികൾക്കാണ്. ഇത് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആഗോളതലത്തിൽ UAEയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇത്തരം മാനുഷികമായ ഇടപെടലുകൾ കാരണമാകും. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യർ തങ്ങളുടെ വിയർപ്പും രക്തവും നൽകി പടുത്തുയർത്തിയ ഈ രാജ്യത്ത് അവർക്ക് മാന്യമായ ഒരു ജീവിതം നൽകുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയായി UAE തിരിച്ചറിയുന്നു. ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ ലേബർ ക്യാമ്പുകൾ എന്ന വിളിപ്പേര് മാറി അവ തൊഴിലാളികളുടെ അന്തസ്സുള്ള താമസ കേന്ദ്രങ്ങളായി മാറും.
കൃത്യമായ ഇടവേളകളിൽ അധികൃതർ നടത്തുന്ന പരിശോധനകൾ ഈ നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഉറപ്പാക്കും. വരും തലമുറയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ മികച്ചതും സുരക്ഷിതവുമായ ഒരു തൊഴിലിടമായി UAE മാറാൻ ഈ നടപടികൾ സഹായിക്കും. മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാണ്. സംതൃപ്തനായ ഒരു തൊഴിലാളിയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവ് ഈ നിയമങ്ങളിലൂടെ UAE ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഓരോ ചുവടുവെപ്പിലും മാനവികത ഉറപ്പാക്കുന്ന ഈ പുത്തൻ നിയമങ്ങൾ പ്രവാസി ലോകത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വിയർപ്പൊഴുക്കുന്നവൻ്റെ വില അറിയുന്ന ഒരു ഭരണകൂടം കൂടെയുണ്ടെന്ന ബോധ്യം അവർക്ക് നൽകുന്ന കരുത്ത് കുറച്ചൊന്നുമല്ല. വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ UAEയുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മനസ്സ് നിറഞ്ഞ് ജോലി ചെയ്യാനും മടികൂടാതെ വിശ്രമിക്കാനും ആധുനിക യുഗത്തിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കാനും ഇനി ഓരോ തൊഴിലാളിക്കും അവകാശമുണ്ട്. അതാണ് ഈ പുതിയ നിയമത്തിൻ്റെ അന്തസത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.